ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രിയിൽ ഇവിടെ ലക്നൗവിൽ സ്റ്റേ ചെയ്തു. ഞങ്ങളുടെ ഒരു റിലേറ്റീവ് അമേഠിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. പോകുന്നത് രാമഗിരിയിലെ അയോധ്യയിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 70 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് അവരുടെ ക്വാർട്ടേഴ്സ്. അപ്പോൾ ചേട്ടൻ വർക്ക് ചെയ്യുന്നത് ബിർള കമ്പനിയിലാണ്. അപ്പോൾ ഇതിനകത്ത് ഫുള്ള് ക്വാർട്ടേഴ്സാണ് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ഇവിടെ ഒരുപാട് ചെടികളുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇലച്ചെടികളാണുള്ളത്. നമ്മുടെ നാട്ടിലത്തെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഇവിടെ. റോസ, അതുപോലെ കറ്റാർവാഴ, അങ്ങനെ ഒരുപാട് ചെടികളുണ്ട്. ചേട്ടൻ നല്ലപോലെ കൃഷി ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം ഒരു 2:30 ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു മിനി ആർമി ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ആർമി ഏരിയയിലെ പോലെ തന്നെയാണ് ഇവിടെയും. ക്വാർട്ടേഴ്സ് ആയാലും ഉള്ളിലെല്ലാം എല്ലാ സാധനങ്ങളും ഇതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. അതുമാത്രമല്ല, കുട്ടികൾക്ക് കളിക്കാൻ പാർക്ക്, അമ്പലം എല്ലാം ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഏട്ടൻ ഇതിനു മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ. ചേച്ചിയും മോനും നാട്ടിലായതുകൊണ്ട് ചേട്ടൻ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ഞാനും ഏട്ടനും ചേട്ടനും കൂടിയാണ് പോകുന്നത്. ഇത് അവരുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ ഉള്ള കാഴ്ചയാണ്. എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, ഇപ്പോൾ തണുപ്പ് സീസൺ ആയതുകൊണ്ട് കൂടുതലും സെറ്റേഴ്സ്, കമ്പിളി അങ്ങനെയുള്ള ഐറ്റംസാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. പിന്നെ നമ്മൾ കുറേ ദൂരം പിന്നിട്ടപ്പോഴത്തേക്കും കുറേ കൃഷികളും പാടങ്ങളും ഒക്കെ ആയി. അപ്പോൾ ഇവിടെ സീസൺ അനുസരിച്ചാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കടുകാണ്. അപ്പം നിറയെ കടുക് പാടങ്ങളാണ് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആയി. എനിക്കിത് ഇറങ്ങി അതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ചേട്ടൻ വണ്ടി നിർത്തി. ഞങ്ങളവിടെ കുറേ നേരം കടുക് പാടത്തൊക്കെ ഇറങ്ങി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അതായത് അമേഠിയിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂറോളം യാത്രയുണ്ട് ലക്നൗവിലേക്ക്. ലക്നൗവിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. എന്നാൽ ഇവർ നിൽക്കുന്ന സ്ഥലത്ത് കൂടുതലും അമ്പലങ്ങളാണുള്ളത്. അങ്ങനെ നമ്മൾ അയോധ്യയിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഇത് അയോധ്യയിലേക്ക് കയറുന്നതിന് മുന്നേ ഉള്ള ഒരു കവാടമാണ്. നമ്മൾ ടി വിയിലൂടെ മാത്രം കണ്ടിരുന്ന സ്ഥലം ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. ഏട്ടൻ ഇതിനു മുന്നേയും അയോധ്യയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ വർക്കുകളൊന്നും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല, നടക്കുന്നുണ്ട് പണികൾ. വഴികളുടെ ഇരുവശങ്ങളിലും നിറയെ കച്ചവടക്കാരാണ്. അമ്പലത്തിനകത്ത് പാർക്കിംഗ് സൗകര്യമില്ലാത്തതിനാൽ നമ്മൾ ആദ്യമേ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അകത്തേക്ക് നടന്നു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്യുന്നതിന് 200 രൂപയാണ് കേട്ടോ അവർ പാർക്കിംഗ് ചാർജ് ഈടാക്കിയത്. വണ്ടി പാർക്ക് ചെയ്തെടുത്തുനിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റോളം നടക്കാനുള്ള ദൂരമുണ്ട്. ഇതിനകത്തും നിറയെ കച്ചവടക്കാരാണ്. അകത്തേക്ക് ഫോൺ അലൗഡ് അല്ല, ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്, ഫോൺ, ചെരുപ്പ് ഇതെല്ലാം നമ്മൾ കൗണ്ടറിൽ ഏൽപ്പിച്ചിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. അപ്പോൾ അകത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇത് പുറമേ ഉള്ള കാഴ്ചകളാണ്. കല്ലുകളും ചെമ്പ് തകിടുകളും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഉള്ളിൽ കയറുമ്പോൾ ചെക്കിങ്ങും ഉണ്ട്. അതുമാത്രമല്ല, ഭയങ്കര തിരക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ട് തൊഴുതിറങ്ങി. അങ്ങനെ നമ്മൾ കൗണ്ടറിൽ പോയി ചെരുപ്പും ഫോണും എല്ലാം കളക്ട് ചെയ്തു. അപ്പം ഇത് വെളിയിലെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഓരോരുത്തരൊക്കെ എടുക്കുന്നുണ്ട്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ഭക്തൻ 30 കോടിയോളം വില വരുന്ന രാമവിഗ്രഹമാണ് അയോധ്യയിലേക്ക് സമ്മാനിച്ചത്. 8 അടി വീതിയും 10 അടി പൊക്കവുമുള്ള ഈ ഒരു വിഗ്രഹം നിർമ്മിച്ചത് തഞ്ചാവൂർ വിദഗ്ധ ശില്പികളാണ്. ഗോൾഡ്, ഡയമണ്ട്, റൂബി, പേൾ, എമറാൾഡ്, സഫർ എന്നിവ കൊണ്ട് നിർമ്മിച്ചതിനാൽ 500 കിലോഗ്രാം ഭാരമാണ് ഇതിനുള്ളത്.
9 മാസത്തോളം സമയമെടുത്താണ് ഈ വിഗ്രഹം പൂർത്തീകരിച്ചത്. ഡിസംബർ മാസമാണ് കർണാടകയിൽ നിന്നും ഇത് അയോധ്യയിലേക്ക് എത്തിയത്. അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മൾ വെളിയിലിറങ്ങിയപ്പോൾ അവിടെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. റൊട്ടിയും സബ്ജിയും. അങ്ങനെ നമ്മൾ അത് വാങ്ങിച്ച് കഴിച്ചു. അതിനുശേഷം നമ്മൾ തൊട്ടടുത്ത ക്ഷേത്രമായ ഹനുമാൻ ഹഡ്ഡിയിലേക്കാണ് പോയത്. അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. പോകുന്ന വഴിയെല്ലാം കച്ചവടക്കാരായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ പൂമാല കച്ചവടക്കാരുണ്ടായിരുന്നു. ഓരോരുത്തരും മേടിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമ്മളും മേടിച്ചു. അതിനുശേഷം നീണ്ട ഒരു ക്യൂ ആയിരുന്നു. ക്യൂ എല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു. അപ്പം അമ്പലം ഫുള്ള് ചിത്രപ്പണികളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോണൊക്കെ അലൗഡാണ്. അങ്ങനെ നമ്മൾ എല്ലായിടത്തെയും ദർശനം കഴിഞ്ഞ് നേരെ ഇനി വീട്ടിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് പിന്നെ നേരെ വീട്ടിലേക്കാണ് വിട്ടത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ അയോധ്യയിലെ വിശേഷങ്ങൾ. പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.